നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേസ് 2 ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ബൈനറി എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ അകത്ത് 0യും 1ഉം ആയിരിക്കും ഉണ്ടാവുക, ബേസ് 2 ആയതുകൊണ്ട്. സോ ബൈനറി നമ്പർ സിസ്റ്റം നമ്മുടെ നോർമൽ നമ്പർ സിസ്റ്റം പോലെയല്ല. നമുക്ക് ഈ 2 ഡിജിറ്റ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, 0യും 1ഉം. സോ അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് നമ്മൾ 1 തൊട്ട് 10 വരെ നമ്മുടെ നോർമൽ നമ്പർ സിസ്റ്റത്തിൽ എഴുതിയാൽ എങ്ങനെ ഇരിക്കും? 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഈ എഴുതി വച്ചിരിക്കുന്ന 1 to 10 നോക്കുക. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ബൈനറിക്ക് സ്യൂട്ടായിട്ടുള്ള നമ്പേഴ്സ് വരുന്ന അത് ഏതൊക്കെയാണെന്ന് നോക്കുക. അതായത് ബൈനറിക്ക് സ്യൂട്ടാവുന്ന പറഞ്ഞാൽ 0യും 1ഉം മാത്രം വരുന്നത്. ഇത് നോക്കുക, ഇതിൽ 0യും 1ഉം മാത്രമാണോ വന്നേക്കുന്നത്? അതെ, ഇതിൽ 1 ഉണ്ട്, വേറെ ഒന്നുമില്ല. ഇതിൽ 0യും 1ഉം ഇല്ല, ഇതിലില്ല. അങ്ങനെ പോയി ഇനി അടുത്ത 0യും 1ഉം ഉള്ള എവിടെയാണ്? ഇവിടെ 0യും 1ഉം ഉണ്ട്. ഒക്കെ നമ്മളൊരു കുറച്ചുകൂടെ എഴുതി പോവാം, ഒരു 15 വരെ എഴുതി പോവാം. 10 വന്നപ്പോൾ ഇവിടെ 0യും 1ഉം ഉണ്ടല്ലേ, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. അത് നമുക്കൊരു അണ്ടർലൈൻ ചെയ്യാം. പിന്നെ 11 വന്നപ്പോഴും ഇവിടെ 0യും 1ഉം ഉണ്ട്, 1 1. വേറെ ഒന്നും, പക്ഷേ ഇവിടെ വന്നപ്പോഴോ 12 1 2. ഇതിൽ 1 വന്നിട്ടുണ്ട്, പക്ഷേ നമുക്ക് പെടാത്തൊരു നമ്പർ വന്നിട്ടുണ്ട്. 0യും 1ഉം മാത്രമേ പാടുള്ളൂ. ഇവിടെ പക്ഷേ 12 വന്നിട്ടുണ്ട്. സോ ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, ഇത് പറ്റില്ല, ഇത് പറ്റില്ല, ഇത് പറ്റില്ല. അപ്പോൾ ഇത്രയും 1 തൊട്ട് 15 വരെ എഴുതിയാൽ നമുക്ക് ആകെ കൺസിഡർ ചെയ്യാവുന്നത് എന്താണ്? 1 ഉണ്ട്, 1 0 ഉണ്ട്, 1 1 ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എഴുതി നമ്മൾ പോയി 99 കഴിഞ്ഞു. എവിടെ വരെ നമുക്ക് ഒന്നും കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ 99 കഴിഞ്ഞ് 100 ആയി കഴിയുമ്പോഴോ 1 0 0. ഇവിടെ 1ഉം 0 മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതിനും കൂടെ നമുക്കിവിടെ എഴുതാം. 100 കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? 101. അതിലും നോക്കി 1ഉം 0ഉം മാത്രമേ ഉള്ളൂ. സോ 101 എഴുതാം. പക്ഷെ 102 എഴുതാൻ പറ്റുമോ? ഇല്ല, 1ഉം 0ഉം അല്ലാതെ 2 ഉണ്ട്. 2 ഇതിൽ അലോ ചെയ്യുന്നില്ല. സോ ഇത് നോക്കിയാൽ അറിയാം, നമുക്ക് അലോ ചെയ്യുന്ന നമ്പേഴ്സ് 1 അലോ ചെയ്യും, 10 അലോ ചെയ്യും, 11 അലോ ചെയ്യും, 100 അലോ ചെയ്യും. ഇങ്ങനെ പോവാണ്. ഇതാണ് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 1 ആണ് ഇത്. ഈ 10 എന്ന് എഴുതിയേക്കുന്നുണ്ടല്ലോ, ശരിക്കും നമ്മൾ 10 എന്നല്ല ഇതിനെ വായിക്കേണ്ടത്, 1 0 1 0. ഇത് നമ്മുടെ കേസിൽ 2 ആണ്. അതായത് നമ്മുടെ എണ്ണൽ സംഖ്യകളിലെ 2നെയാണ് ബൈനറിയിൽ 1 0 അതിൽ 1 0 എന്ന് പറയുന്നത്. 1 1 എന്ന് പറയുന്ന 3, 1 0 0 എന്ന് പറയുന്ന 4, 1 0 1 എന്ന് പറയുന്ന 5. ഇനി അടുത്ത എന്ത് വരും? ഇനി ഇത് റിപ്പീറ്റാണ്. ഓക്കെ, അതായത് 1 0 1 വന്നു. അടുത്ത എന്താ? 1 കഴിഞ്ഞ അടുത്ത എന്താ? 1 1 0 ആണ്. സോ ഇവിടെ 0 1 1 കഴിഞ്ഞ അടുത്ത് 1 0. സോ 1 1 0. 1 0 കഴിഞ്ഞാൽ പിന്നെ 1 1 ആണ്. സോ 1 0 കഴിഞ്ഞ് 1 1. സോ 1 1 1. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. ഇനി 8 വരുമ്പോഴോ? 8 വരുമ്പോൾ 1 0 0 0 എന്നാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് ബൈനറി നമ്പർ സിസ്റ്റം പോകുന്നത്. ഇങ്ങനെ നമുക്ക് നമ്പർ സിസ്റ്റം കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നെങ്ങും തീരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പെട്ടെന്ന് 100ൻ്റെ ബൈനറി എന്താണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ നമുക്ക് ഈ 100നെ ബൈനറി ആക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡുണ്ട്. ചുമ്മാ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയാൽ മതി. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എനിക്ക് 100ൻ്റെ ബൈനറി കാണണം. സോ ഞാനിവിടെ 100ൻ്റെ ബൈനറി കാണാൻ പോവാണ്. സോ അതിനായിട്ട് നമുക്ക് 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100 ഡിവൈഡഡ് ബൈ 2. 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 50 കിട്ടും, 50. സോ ആ ഡിവിഷനിൽ റിമൈൻഡർ ഒന്നുമില്ല, ശിഷ്ടമൊന്നുമില്ല അല്ലേ, കംപ്ലീറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ശിഷ്ടമൊന്നുമില്ല, ശിഷ്ടം 0ആണ്. സോ നമ്മളൊരു ലൈൻ വരച്ചിട്ട് ഇവിടെ 0 എന്ന് എഴുതുന്നു. വീണ്ടും നമുക്ക് ഈ 50നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 25 × 2 ആണ് 50. സോ 25. റിമൈൻഡർ ഉണ്ടോ? ശിഷ്ടമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, 0. ഇനി 25നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 24നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം? 12 × 2 ആണല്ലോ 24. സോ 12 × 2 24. അപ്പോൾ റിമൈൻഡർ എന്ത് കിട്ടി? റിമൈൻഡർ 1 വന്നു. ആ 1 ഇവിടെ എഴുതാം.
ഇനി 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കിട്ടുന്നു. റിമൈൻഡർ ഉണ്ടോ? ഇല്ല, 0. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 3 കിട്ടുന്നു. റിമൈൻഡർ ഉണ്ടോ? ഇല്ല, 0. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? 4 ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സോ 2 വരെ പറ്റത്തുള്ളൂ. സോ 1 ഇൻറ്റു 2 പിന്നെ റിമൈൻഡർ എത്രയുണ്ട്? 1 ഉണ്ട്. സോ 1 ആയി. ഇനി താഴത്തേക്ക് പോകാൻ നമുക്കില്ല. സോ നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിനെ ഇവിടുന്ന് മുകളിലേക്ക് എഴുതാണ്. അതായത് 1 1 0 0 1 0 0. ഇതാണ് 100ൻ്റെ ബൈനറി എന്ന് പറയുന്നത്. അതായത് 1 1 0 0 1 0 0. ഇതാണ് 100ൻ്റെ ബൈനറി എന്ന് പറയുന്നത്. ഇത് ബൈനറിയാണ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ 2 എന്ന് എഴുതും. ഇതിൻ്റെ അർത്ഥം ഇത് 2 ബേസ് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റം ആണെന്നാണ്. നമ്മളിപ്പോൾ 90 എന്ന് പറഞ്ഞിട്ട് ഇവിടെ 10 എന്ന് കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഇത് 10 ബേസ് ചെയ്തിട്ടുള്ള നമ്പർ സിസ്റ്റം ആണെന്നാണ്, ഡെസിമൽ. സോ നമ്മൾ 10 എന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ അത് ഡെസിമൽ ആണെന്നാണ് കൺസിഡർ ചെയ്യുക. ഇതിപ്പം ഒക്ടലായിരുന്നെങ്കിൽ നമ്മളിവിടെ 8 എന്ന് പറയും. അത് ബേസ് 8 ആണ്. എക്സാ ഡെസിമൽ ആണെങ്കിൽ നമ്മൾ 16 എന്ന് പറയും. അത് ബേസ് 16 ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ്. സോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു നമ്പറിനെ അതിൻ്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് നമുക്കൊരു 10ൻ്റെ ബൈനറി ഒന്ന് കണ്ടു നോക്കാം. സോ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഇൻറ്റു 2 ആണ് 10. സോ റിമൈൻഡർ വരുന്നത് 0 ആയിരിക്കും. വീണ്ടും നമുക്ക് 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? ഈ 2 4, 2 ഇൻറ്റു 2 4, പിന്നെ റിമൈൻഡർ 1. ഓക്കെ, കാരണം അത് പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 1 കിട്ടും. 1 ഇൻറ്റു 2 ആണ് 2. റിമൈൻഡർ എത്രയാണ്? 0. ഇനി ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് എഴുതുക. 1 0 1 0 1 0 1 0 ബേസ് 2. ഇതാണ് 10ൻ്റെ ബൈനറി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി വരുന്ന ചാപ്റ്ററുകൾ പഠിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.